ടീമേ കൊച്ചിന്ന് വയനാട് വന്നേക്കണേട്ടാ, പുൽപ്പള്ളിയിൽ വന്നേക്കണ. 1,00,000 രൂപ കഴിഞ്ഞാൽ ഒരു റിസോർട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞ് അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നേട്ടാ. കമൺ സാറേ. യെസ്, സാധാരണക്കാർക്ക് റിസോർട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ 1,00,000 രൂപക്ക് തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു റിസോർട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ. പക്ഷെ എല്ലാവർക്കൊണ്ടും അത് ഇത്ര 75 ലക്ഷം രൂപ കൊടുത്ത് ഇത്തരത്തിലുള്ള റിസോർട്ട് വാങ്ങാൻ പറ്റണമെന്നില്ല. എന്തായാലും ഒരാൾ വാങ്ങുമ്പോൾ 75 ലക്ഷം രൂപ തരുമ്പോൾ അയാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ ചിന്തിച്ച് എന്തുകൊണ്ട് 1,00,000 രൂപയ്ക്ക് 75 പേർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൂടാ. അതായത് ഞാനിപ്പോ 1,00,000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുമോ? 75 പേരുടെ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് 75 പേരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ 75 പേരുടെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്ത് തരണം. വേറൊരു സംശയം കൂടെ ഉണ്ട്. ഇനി 75 പേർക്കല്ലാതെ നമുക്ക് ചിലപ്പോ ഇനി 10 പേര് അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇപ്പൊ 2 പേര് മണിക്കിനെ മേടിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യും. അപ്പൊ പകുതി മതി. എക്സാമ്പിൾ ആയിട്ട് ബിനീഷ് ഭായിയുടെ ഫ്രണ്ട്സ് ഒരു 10 പേര് വന്നു, 7.5 ലക്ഷം രൂപ വെച്ചിട്ട് 10 പേര് വന്നാലും കുഴപ്പമില്ല. ഞാൻ എക്സാമ്പിൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് 1 lakh rupees പറഞ്ഞത്. അപ്പൊ 1 lakh rupeesന്റെ 75 ഷെയറോ അതിന്റെ ഗുണിതങ്ങളോ യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ റെന്റ് ഔട്ട് ചെയ്യണത് 20,000 rupees ഡെയിലി. അപ്പൊ ഇതിന് കിട്ടുന്ന ഒരു വാടക 6 ലക്ഷം മാസം പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ കിട്ടുന്ന വാടക എത്രയാണോ അതൊരു LLP സംവിധാനത്തിലൂടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് തരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ